നമ്മുടെ എല്ലാം വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് കാർത്തിക കണ്ണൻ. കാർത്തിക നമ്മളോടൊപ്പം ഉണ്ട്. പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തിയതാണ് കാർത്തിക. കാർത്തിക നമസ്കാരം. നമസ്കാരം. അപ്പോൾ പൊങ്കാല സ്ഥിരമായിട്ട് ഇടാറുണ്ടോ? എല്ലാ വർഷവും ദേവിയുടെ അനുഗ്രഹവും അനുവാദം കൊണ്ട് ഇതുവരെ ഇട്ടിട്ടുണ്ട്. കാർത്തികയുടെ സ്വന്തം സ്ഥലം ആറന്മുളയാണ്. ആറന്മുളയാണ്. കൃഷ്ണൻ്റെ അടുത്ത് കിടക്കുന്ന ആളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തി ആരോടാണ്? ശരിക്കും പറഞ്ഞാൽ ഭഗവാനാണോ അതോ അമ്മയിലാണോ? ആറ്റുകാലമ്മയോടാണ്. ആറ്റുകാലമ്മയോടാണ്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യത്തെ പൊങ്കാല എപ്പോഴായിട്ട് ഓർമ്മയുണ്ടോ? കുറേ വർഷങ്ങൾക്കും, എനിക്കൊരു 12-13 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഞാൻ അന്ന് ഇവിടെ ഗൗരിവന്ദനത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ്, എത്ര കലത്തിലാണ് പൊങ്കാല ഇടുന്നത്? ഒരു കലത്തിലാണ് പായസം, ദേവിക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് ഇടുന്നത്. അപ്പോൾ നമ്മളോട് ഈ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ പൊങ്കാല ചെയ്തിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് കാർത്തിക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പൊങ്കാല എന്ന് പറയുന്നത് ഇവിടെ വന്ന് അത് ഇട്ട് ദേവിയുടെ അനുഗ്രഹം മേടിച്ചാലേ അതിൻ്റെ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. ദൂര സ്ഥലത്തു നിന്നൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് പൊങ്കാല ഇടാനായിട്ട്. ഒരു പ്രാവശ്യം വന്നവർ പിന്നെയും അടുത്ത വർഷം അങ്ങനെ വരാറുണ്ട്. ഇടാത്തൊരു വീട്ടിൽ പല അസൗകര്യങ്ങൾ കാണും. കഴിവതും വരാൻ നോക്കും. പിന്നെ മടിച്ചൊക്കെ ഇരിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്, വരണം, ഇവിടെ വന്ന് പൊങ്കാല ഇടണം, ദേവിയുടെ അനുഗ്രഹം. നമ്മൾ അതിനകത്ത് വിശ്വാസമോ മതങ്ങളോ അതൊന്നുമല്ല. ഇതിനകത്ത് ദേവിക്ക് നമുക്ക് ഒരു 365 ദിവസവും നമുക്ക് ആഹാരം കിട്ടുന്നു, അല്ലേ, അന്നം കിട്ടുന്നു. അത് എവിടുന്നോ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ആരോഗ്യം കിട്ടുന്നു, ആയുസ് കിട്ടുന്നു, എണീറ്റ് നടക്കാനായിട്ട്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ചെറിയ പനി വന്നാൽ മതി മനുഷ്യൻ്റെ അവസ്ഥ. നമ്മൾ പുറമേ കാണുന്ന ഇതൊന്നുമല്ല. ഒരു പനി വന്നാൽ തന്നെ നമുക്ക് ഒരു വല്ലാത്ത അനുഭവമാണ്. അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മളെ കാക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ദേവിയാവാം, ദേവനാവാം. പക്ഷേ ആറ്റുകാൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ശക്തി ഇല്ലാതില്ല. ഓരോ വർഷം കൂടുന്തോറും ആൾക്കാരിങ്ങനെ കൂടി വരികയാണ്. ശബരിമല പോലെ തന്നെ. തിരുവനന്തപുരം നഗരസഭയാണെങ്കിലും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരാണെങ്കിലും അന്നേരം ജാതി മതം ഭേദം എന്നെ എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം മേടിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. ദേവിയുടെ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാൻ ദേവി മഹാത്മ്യത്തിൽ ചെയ്തിട്ടുണ്ട്, ഭദ്രകാളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വന്ന ഒരു അറിയാതെ നമ്മളങ്ങ് ഒന്ന് തൊഴുതു പോകും. അല്ല, ഞാൻ ദേഷ്യം വന്ന ഭദ്രകാളിയാണ്, മേക്കപ്പ് ഇട്ടില്ലേലും. ആ ദേഷ്യം സ്വന്തമായിട്ട് തന്നെ അത് പറയുകയും ചെയ്തു മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു കഥാപാത്രം കൂടെ എത്തട്ടെ. നമുക്കും കാണാൻ പറ്റാത്ത ദേഷ്യഭാവത്തിലുള്ള രൗദ്രഭാവത്തിലുള്ള ഒരു ദേവിയുടെ ഭാവം. അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് ഇനി വീണ്ടും ടെലിവിഷനിലും കാണട്ടെ. ഒപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.